ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ സാധാരണ വരിക കൃഷി എടുക്കുക, അല്ലെങ്കിൽ പൂക്കളെ കാണിക്കുക, അല്ലെങ്കിൽ വിളവെടുപ്പ്, അതൊക്കെയാണല്ലോ നിങ്ങളെ കാണിക്കുന്നത്. ഇന്നും അത് തന്നെയാണ് കേട്ടോ. ഇന്ന് ഞാൻ ചെടി നടുകയാണ്. പച്ചക്കറിയല്ല, ഇന്ന് പൂച്ചെടിയാണ്. ഇന്ന് ഞാനൊരു പൂച്ചെടി എൻ്റെ അടുത്ത് കുറേ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട് പൂച്ചെടികൾ. അപ്പോൾ നടാൻ പറ്റിയ സമയം. ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ വെയിലൊക്കെ പോയി. ഇപ്പോൾ ഒന്നുമില്ല, ഭയങ്കര മഴ. നേരം വെളുത്താൽ പുറത്തിറങ്ങാൻ കഴിയില്ല, അങ്ങനത്തെ മഴയാണ്. ഇപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ചോർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ആ നടാൻ പറ്റിയ സമയം ഇപ്പോൾ തന്നെ നനച്ചൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ നടുന്ന ചെടി എൻ്റേത് ആന്തൂറിയം. എൻ്റെ ആന്തൂറിയം ഞാൻ കാണിക്കുമ്പോൾ തന്നെ ഓരോരുത്തർ പറയും എന്തൊരു ഭംഗിയാ, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, ചെടി തരുമോ തൈ തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്തെങ്ങൾ വളം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആന്തൂറിയനെ പിരിച്ച് കുഴിച്ചിടുന്നൊക്കെ നിങ്ങളെ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ട എല്ലാം മനസ്സിലാവുമല്ലോ. എന്നാൽ വരി, നമുക്ക് ആന്തൂറിയം നടാലോ. ഇതാണ് എൻ്റെ ആന്തൂറിയം. കണ്ടില്ലേ എന്തൊരു കളറാണെന്നറിയാം ഈ ആന്തൂറിയത്തിന്. ഇങ്ങനെ ഒരു ഇതിന് എന്താ പേര് പറയുക എനിക്കറിയില്ല. അതിപ്പോൾ മൊബൈലിൽ കാണുന്നുണ്ടോ നിങ്ങൾ ആ കളർ എന്നുള്ളത് അറിയില്ല. യഥാർത്ഥ കളറ് കാണുന്നുണ്ടോ എന്നുള്ളത്. അത്രക്കും ഭംഗിയാണ് ഈ കളർ, വല്ലാത്തൊരു ചുവപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ കുറേ അങ്ങ് നട്ടു കൊടുത്താൽ എന്തൊരു ഭംഗി ഉണ്ടാവും. എൻ്റെ അടിഭാഗമൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം, പിരിച്ച് കുഴിച്ചിട്ടുന്നതെല്ലാം. എനിക്കിതിൻ്റെ ഒറ്റ ചട്ടി ഉണ്ടായിരുന്നത്, ഒരു തൈ. ആ തൈ കൊണ്ടാണ് ഞാൻ ഇത്രയും പിടിപ്പിച്ചത്. ഇത്രയും ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാ ഇവിടെയൊക്കെ പൂവിടുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, നിങ്ങളെ കളറ് കാണുന്നുണ്ടോ എന്ന് അറിയിട്ടപ്പോൾ എനിക്കൊരു വിഷമം. ഈ കളറ് ഇതേപോലെ ഒറിജിനൽ കളറ് കാട്ട ചോപ്പാ. പിന്നെ ചട്ടിയൊന്നും നല്ലതല്ല, അങ്ങ് രംഗത്തേക്ക് വെച്ചുകൂടാ. അപ്പം ചട്ടി ഒന്ന് മാറ്റണം. ഇത്രയും നല്ല VIP ചെടീൻ്റെ ചട്ടിയെ കണ്ടാൽ നിങ്ങളെന്നെ ചീത്ത പറയും. കേട്ടില്ലേ, ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. പുതിയ പോട്ടൊക്കെ വാങ്ങി ഇങ്ങനെ റെഡിയായി നിൽക്കുക. ഇതാ ഒരു ആന്തൂറിയത്തിന് ചെടി ഇങ്ങോട്ട് എടുത്തതാ. കണ്ടില്ലേ ഇതിൻ്റെ പൂക്കൾ. ഈ പൂക്കളെ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് കുറേ മാസങ്ങൾ ഇങ്ങനെ കട്ട ചോപ്പിൽ തിളങ്ങി നിൽക്കും, മങ്ങാതെ നിൽക്കും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിരിയാൻ കുറച്ച് താമസം ഉണ്ടെങ്കിലും വിരിഞ്ഞാൽ അങ്ങനെയാണ്. കുറേ പൂക്കളുണ്ടാവും. ഇതൊക്കെ ഞാൻ പൊട്ടിച്ച് മാറ്റിയതാ. കുറേ പഴയതായതിൻ്റെ ശേഷം ഇതവിടെ നിർത്തിയതാ. കുറേ ആയി ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നു. പിന്നെ ഈ ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് സൂര്യപ്രകാശം നേരിട്ട് തട്ടിവിടാന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ചെടി തന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അടവിനെ ഭയങ്കര പൂന്തോട്ടാണ്. ഒന്നുമല്ല. അപ്പോൾ അവിടുന്ന് അവർ ചട്ടിയോടുകൂടി എനിക്കൊരു ആന്തൂറിയം അങ്ങ് തന്നു കേട്ടോ. അവിടെ വന്നിട്ട് അപ്പോൾ അവർ പഠിപ്പിച്ച് തന്നു എങ്ങനെയാണ് ആന്തൂറിയം നടേണ്ട രീതി എന്നുള്ളത്. ഒരു ചട്ടിയാണ് എനിക്ക് തന്നത്, ചട്ടിയിലെ ചെടിയോടെ. അപ്പോൾ അവരെനിക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ ശേഷം ആ ഒരു ചട്ടിയിൽ ഞാൻ കുറേ ചട്ടിയിൽ ഉണ്ടാക്കി. അപ്പോൾ അടിച്ച് അതുപോലെ ചെയ്ത് അങ്ങനെയൊക്കെ നിറയെ ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടി നട്ട് പിടിപ്പിക്കട്ടെ എന്നുള്ളത്. ഇതിന് സൂര്യപ്രകാശം പറ്റില്ല, നല്ല വെളിച്ചം വേണം. സൂര്യപ്രകാശം പറ്റില്ല, പിന്നെ വെള്ളം കെട്ടി നിർത്താൻ പറ്റില്ല, പിന്നെ ചീഞ്ഞു പോകും, വേഗം ചീഞ്ഞു പോകും. വെള്ളം നല്ല നീർവാർച്ചയുള്ള സൂര്യപ്രകാശം കിട്ടാത്ത അങ്ങനെ കുറേ നിബന്ധനകൾ ഈ ചെടിക്കുണ്ട്. ഇതൊരു VIP. അപ്പോൾ VIP ചെടി കിട്ടിയപാടെ എനിക്ക് പോട്ടൊന്നും ഇല്ലല്ലോ, ഞാൻ ഇങ്ങനെ മാറ്റി കുഴിച്ചിടാൻ. അപ്പോൾ ഞാൻ അവിടെയും ഇവിടെയും ചെറിയ പോട്ടിലൊക്കെ നട്ടത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഒന്നും മാറ്റി നടുന്നത് ഞാൻ കുറേ പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ വെക്കട്ടെ. ഇതിൽ നിന്ന് ഞാൻ മാറ്റുന്നില്ല. മാറ്റുന്നത് ഇതാ, ഈ പോട്ടിൽ നിന്നാണ് മാറ്റുന്നത്. ഇതാ ഇതിലൊരു 3-4 ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഞാൻ മാറ്റുന്നതും ഈ പോട്ടിൽ. ഇതാ പുതിയ പോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്, പുതിയ പോട്ടിലേക്ക് മാറ്റുക. ഇത് നടുമ്പോൾ കുറേ ഹോൾസ് വേണം കേട്ടോ. കിട്ടുമ്പോണ്ടായ ഹോൾസിൻ്റെ പിന്നെ കുറച്ചും കൂടി ഹോൾസ് നമുക്ക് ഉണ്ടാക്കണം. ഇത് വേഗം ഒലിച്ചങ്ങ് പോകണം. വെള്ളം കെട്ടി നിർത്താൻ പാടില്ല, കെട്ടി നിൽക്കാനൊന്നും. അപ്പോൾ ഞാനിതാ ഹോൾസ് 1, 2, 6 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ പുതിയ, അത്ര വലിയ പോട്ടൊന്നും എടുത്തില്ല, മാറ്റാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഏറ്റവും ചെറിയ ഒരു പോട്ടാണ്. ആ പോട്ടിൽ നിന്ന് ഞാനിങ്ങനെ അങ്ങോട്ട് മറിച്ചിടുക. കണ്ടോ, ഇതിൻ്റെ വേര് നിറച്ചും നിറയെ വേരാ.
കണ്ടില്ലേ തൈ ഉണ്ടായത് 1 2 3 3 തൈ ഇതിലുണ്ട്. 3 അല്ല, ഞാൻ 3 ആക്കി മാറ്റുന്നത്. 3 തൈ ഉണ്ട്. ഞാൻ ഇത് 3 ആക്കി മാറ്റും. പിന്നെ എന്താ ചെറിയ ഇത് ഉണ്ടാകുന്നുണ്ട്. ഞാൻ കത്രിക എടുത്ത് മെല്ലെ വെട്ടിയിട്ട് 3 ആക്കി മാറ്റട്ടെ. ഞാൻ ആ തൈ പൊട്ടിക്കുന്നതിന് മുമ്പേ ഈ പോട്ടി മിക്സ് നിറക്കട്ടെ കേട്ടോ. ഈ പോട്ടിൽ എന്നിട്ട് മതിയല്ല പൊട്ടിക്കൽ. ഫസ്റ്റ് തന്നെ ഞാൻ ചകിരി ഇടുന്നത്. ഓട്ടും കഷ്ണോ ഇഷ്ടിയ കഷ്ണം എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഞാനതൊന്നും ചെയ്തില്ല. ചെയ്യാതെ തന്നെ എനിക്ക് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല തയ്യും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ചകിരി ഇടുന്നു. ചകിരി ഇട്ട് കഴിഞ്ഞാലേ അല്ല പിന്നെ ഇടുന്ന എന്താ അറിയോ? ഇതെന്താ സംഭവം എന്നറിയാം എനിക്ക്? ഈ മതിൽമേലൊക്കെ ഉണ്ടാവും മഴ കഴിഞ്ഞിട്ട് പൂപ്പൽ തട്ടിയിട്ട് ഇങ്ങനെ ചെറിയൊരു ചെടി ഉണ്ടാകുന്നത്. അത് ഏറ്റവും നല്ല വള. അപ്പം ഞാൻ ഇതിടാന്ന് വിചാരിച്ചു എൻ്റെ ആന്തൂര്യത്തിന്. ഞാൻ എന്തെങ്കിലും ചെടി നട്ട് കഴിഞ്ഞാൽ അവിടെ നിറച്ചു വൃത്തികേടാ. അതും കൂടി ഞാൻ നന്നാക്കിയിട്ട് അകത്ത് കയറുള്ളൂ. എന്താ ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ വേറെ ഒരു വളവും അന്വേഷിച്ച് നടക്കണ്ട. പിന്നെ കരിയില കമ്പോസ്റ്റ് ആണല്ലോ ഞാൻ മണ്ണ് ഉപയോഗിക്കുന്നതിൻ്റെ മണ്ണ്. ഇതാ ഇതിടുക. പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് മണലിടുന്നുണ്ട്. എന്നോട് എല്ലാവരും പറയൂ പിന്നെ കൈക്ക് ഉറടാണെന്ന് പറയലുണ്ട്. ഓരോ സംഭവം എൻ്റെ അടുത്തുണ്ട്. എനിക്ക് ഇങ്ങനെ പച്ച കൈ കൊണ്ട് പണിയെടുക്കുന്നതാണ് ഇഷ്ടം. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതാണ് ഗ്ലൗസ് ഇടണം എന്നൊക്കെ. ഞാൻ പറയാം അവരോട് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. പിന്നെ നല്ലോണം ശ്രദ്ധിക്കും. മഴക്കാലമാണ്. ഇതൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും ഇഴജന്തുക്കൾ ഉണ്ടോ എന്നുള്ളത് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. പിന്നെ നമുക്ക് ചെടിയും വേണ്ട, പൂക്കളും വേണ്ട, പച്ചക്കറിയും വേണ്ട, ഒന്നും വേണ്ട. ഇത് ഇട്ടു. ഇനി ഞാൻ എൻ്റെ ചെടി ഞാൻ മെല്ലെ പൊട്ടിച്ചെടുക്കുക. എല്ലാം പൊട്ടിച്ചെടുക്കട്ടെ. അത് പോട്ടി മിക്സ് നിറച്ചല്ലോ, മണലടക്കം എടുത്തു. ഇനി ഞാനിത് നന്നായിട്ട് ശ്രദ്ധിക്കണം പീസാക്കി എടുക്കുന്നത്. എനിക്കിങ്ങനെ പറഞ്ഞു തന്ന പോലെ എടുക്കുക. ഞാൻ ഈ ഒരു ചെടി എനിക്കില്ലായിരുന്നു. നല്ല മൂർച്ചയുള്ള കത്തി വേണം. എന്താ ഒരു ചെടി എടുത്തു ഞാൻ, അടിയോടുകൂടെ വേരോടുകൂടെ. എന്താ അങ്ങനെ 2-3 എടുക്കുക. ഞാൻ 2 എടുക്കുന്നുള്ളൂ. 2 മാറ്റിയ. ഇതാ ഇവിടെ ചെറിയ ഇത് വരുന്നത് കണ്ടോ? വരുന്നുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും നടാം. 2 പോട്ടിലേക്ക് മാറ്റാം. അങ്ങനെ ചെടി നടാൻ പോവുക. വേരൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ആക്കുക. എന്താ അങ്ങനെ ഞാൻ ഒരു ആന്തൂറിയം ചെടി നട്ട് കഴിഞ്ഞു. ഈ ഉണങ്ങിയത് പഴയതായതങ്ങ് മാറ്റാം. ബാക്കി ഉഷാറായിക്കോട്ടെ. എന്താ ഞാൻ കുറച്ച് ചപ്പൊക്കെ ഇടുക. ഇത്ര പണിയേ ഉള്ളൂ, വലിയ പണിയൊന്നും വെച്ചാൽ ഇത് കണ്ടാൽ പൂക്കൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും കേട്ടോ. ഇത്രയും പൂക്കളോ എന്നൊക്കെ വിചാരിക്കും. ഇതിൻ്റെ കളറുകളൊക്കെ. ഇപ്പം ഞാൻ ഒന്ന് മാറ്റി, ഇനി ഒന്നും കൂടി നടാനുണ്ട്. ഇനി നട്ട് കഴിഞ്ഞൊരു പൊതട്ട് കൊടുത്താട്ടെ. ഈ ചെടിയിലെ നമുക്ക് അകത്തും വളർത്താം പുറത്തും വളർത്താം. പുറത്താവുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് തട്ടാത്ത സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത്. ഞാൻ പുറത്താ വെച്ച്, അകത്തല്ല കേട്ടോ. ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ മണ്ണൊന്നും തെറിച്ച് പോരാ നമ്മളിത്. ഇനി അത് തണലത്ത് വെക്കും. ഞാൻ ഏത് ചെടി നട്ടാലും പെട്ടെന്നൊന്നും ഞാൻ വെയിലത്ത് വെക്കൂല. വെയിലത്തും വെക്കൂല, ഞാൻ പുറത്തൊന്നും വെക്കൂല. എനിക്ക് ചെടിക്കായിട്ടൊരു ഐശ്വര്യമുണ്ട്. ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ച് ഞാൻ പോറ്റി ഉഷാറാക്കി തളിരൊക്കെ വന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ ഞാൻ വെയിലത്ത് വെക്കൂ. എൻ്റെ ഏത് ചെടിയായാലും. എനിക്ക് കുറേ ചെടികൾ ഒരേ തരം ഉണ്ടെങ്കിലും ശരി, ഞാൻ നോക്കുന്നത് പൊന്നു പോലെയാണ്, മക്കളെ പൊറ്റും പോലെയാണ്.
അങ്ങനെ പോറ്റിയാൽ തന്നെ ഉണ്ടാവുള്ളൂ. എൻ്റെ അടുത്ത് നിന്ന് ഓരോരുത്തർ ചെടീൻ്റെ പീസ് കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് ഞാൻ അവരോട് വിളിച്ച് ചോദിക്കും, നിങ്ങളെ ചെടി ഉണ്ടായോ? അപ്പോൾ ഒരാളെ ചീഞ്ഞു പോയി, അല്ല ഉണങ്ങി പോയി എന്നൊക്കെ. പക്ഷെ ഇങ്ങനെ ചെയ്താലൊന്നും സംഭവിക്കൂല. നമുക്ക് അതിനൊരു മനസ്സ് വേണം. ആദ്യം തന്നെ ചെടി നടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. അതിനോടൊരു ആവേശം, ഒരാഗ്രഹമൊക്കെ വരണം. അപ്പോൾ ഞാൻ ഒന്ന് നട്ട് കഴിഞ്ഞു. ഇനി രണ്ടാമത്തും കൂടി നട്ടിട്ട് കാണിച്ചു തരാം. രണ്ടാമത്തെ ഞാൻ നട്ടിട്ടേ കാണിക്കുന്നുള്ളൂ, കാരണം പോട്ടി മിക്സ് തന്നെയാണ് അതിലിടുന്നത്. അങ്ങനെ ഞാൻ രണ്ടാമത്തത് നട്ടു. രണ്ടാമത്തെ ഒന്ന് ചെറിയ പോട്ടിലാണ് ഞാൻ നട്ടത്. പിന്നെ ഇത് നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് താമസമുണ്ട് കേട്ടോ. ഇത് വേരൊക്കെ പിടിച്ച് റെഡിയായിട്ട് പുതിയ ഇല വരാൻ കുറച്ച് താമസമുണ്ട്. മറ്റ് ചെടികളെ പോലെയല്ല. മറ്റ് ചെടികളൊക്കെ വേഗം വേഗം പരിപാടി നടത്തും. വേഗം ഇനി വിത്ത് മുളക്കുകയാണെങ്കിൽ വേഗം മുളച്ചുണ്ടാവും. പിന്നെ നമ്മൾ തണ്ട് മുളച്ച് നടുന്നതാണെങ്കിൽ അതും തളിര് വേഗം വരും. പക്ഷേ ഇതിന് അത്ര പെട്ടെന്ന് വരില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ പോവുകയാണ്, ഇതെന്താ ഇങ്ങനെ ഉണ്ടാവാത്തത്, അനങ്ങുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒന്നും സംഭവിക്കൂല. കുറച്ച് കഴിഞ്ഞാൽ ഇതിനങ്ങനെ വരും, പുതിയ തളിര് വരും. തളിര് വരുന്നതോടൊപ്പം നല്ല പൂക്കൾ ഇങ്ങനെ മെല്ലെ വരും, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട. അങ്ങനെ ഞാൻ 2 എണ്ണം എൻ്റെ ആന്തൂറിയം നട്ട് കഴിഞ്ഞു. എനിക്ക് എൻ്റെ പഴയ ആന്തൂറിയത്തിനൊക്കെ ഞാൻ പുതിയതാക്കി മാറ്റട്ടെ, പോട്ടിലേക്ക് മാറ്റട്ടെ, കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നല്ല സ്ഥലത്തേക്ക് വെക്കാലോ. ആ മൂലയിലെ മണ്ണ് തെറിക്കുന്നുണ്ട്, നല്ല സ്ഥലത്തേക്ക് വെക്കാലോ. അതും കൂടി ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ എൻ്റെ ആന്തൂറിയ 2 എണ്ണം വിജയകരമായിട്ട് നട്ട് കഴിഞ്ഞു. എനിക്ക് നട്ട് കഴിഞ്ഞങ്ങ് പോകാൻ പറ്റില്ല, മുൻഭാഗം നന്നായിട്ട് വൃത്തിയാക്കണം. ഞാൻ ഈ പോട്ട ഇനി മാറ്റാൻ പോണത്. കണ്ട പൂക്കളൊക്കെ ഉള്ള നല്ല പോട്ട ആയിരുന്നു ആദ്യം. ഇപ്പോൾ എന്താ പൊട്ടി പൊളിഞ്ഞ് നാശമായി. ഈ ഒരു ചെടിയെ നമ്മളൊന്ന് ബഹുമാനിക്കണ്ടേ. ഒന്നുമില്ലെങ്കിൽ സാധാ ചെടി അത് VIP-യാണ്. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഒന്ന് മാറ്റുക. ഞാൻ കുറച്ച് പോട്ടിങ് വാങ്ങി ഒക്കെ നിലത്തിടാം. എന്താ ലാസ്റ്റ് അടിച്ച് വരി വൃത്തിയാക്കും. ഞാൻ കുറച്ച് പോട്ടിങ് വാങ്ങി ഇതിന് പാകത്ത് ഇതൊക്കെ ഹോൾസൊക്കെ ഉണ്ടാക്കി ഇനി ഇതിലേക്ക് ഇങ്ങ് മാറ്റുക. നമുക്കിങ്ങനെ മുട്ടിയാൽ ഇങ്ങോട്ട് കിട്ടും. ഇത് വലിച്ച് മെല്ലെ ഇങ്ങോട്ട് എടുക്കുക. എന്താ ഇതിന് ഞാൻ ഉള്ളിയട്ട നടാ വിചാരിച്ചു. അത് കളയൂരാ. കണ്ട വേരുണ്ടായത് അടിയിൽ ഞാൻ ചകിരി ഞാൻ നടുമ്പേ അടിയിലിങ്ങനെ ചകിരി ഇടണം. കാരണം ഹോൾസ് അടഞ്ഞു പോണ്ടല്ലോ. ഹോൾസ് അടഞ്ഞു പോകുന്നതിന് ഞാൻ പിന്നെ എന്ത് കടുമ്പോൾ ചീമക്കൊന്നും എൻ്റെ വീക്ക്നെസ്സാണ്. ഇത് നല്ലൊരു വളമാണല്ലോ, ചാണകത്തിന് പകരം ഉപയോഗിക്കുന്നതാ. ഇനി ഇതാ ഈ ചെടി ഇങ്ങോട്ടേക്ക് വെക്കുക. ഒക്കെ പുതിയതിലേക്ക് മാറ്റുക. നല്ല ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഇത് ഏറ്റവും വളമുള്ള സംഭവമാണ് എന്ന്. അതും ഇല്ലങ്ങ് കൊടുക്കട്ടെ. എൻ്റെത് ഞാൻ കൊണ്ടുവന്ന സമയത്ത് ഈ സൂര്യപ്രകാശത്തിൻ്റെ മാത്രമേ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് വെയിലത്തങ്ങ് വെച്ച് വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ ഇല കരിഞ്ഞു പോയി. എൻ്റെ ഞെട്ടിപ്പോയി. നമുക്ക് ചെടീനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആ കരിഞ്ഞൊന്ന് കാണുമ്പോൾ സഹിക്കാനാവൂല. അതിന് ശേഷം ഞാൻ ഇതിനെ വെയിൽ കൊള്ളിച്ചില്ല. ഒക്കെ ഒരു പാടാ. ഒക്കെ നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കുക. എന്നാൽ പിന്നെ നമ്മളത് മറക്കൂല. നല്ല വെയിൽ കിട്ടിയാൽ പൂ ഉണ്ടാകുന്ന ചെടി ഒരു കൂട്ടർ തീരെ പറ്റൂല. എൻ്റെ ബാസത്തിന് തീരെ പറ്റൂല. ഇതിന് പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ഡെയ്സി ഇതിനൊക്കെ വെയിൽ പറ്റും. ജെറേനിയത്തിന് പറ്റും. പിന്നെ കടലാസ് പൂവിന് പിന്നെ വെയിൽ നിർബന്ധ. എന്താ കുട്ടപ്പനാക്കിയില്ലേ? എന്താ പൂവ് കണ്ടോ? കുട്ടപ്പനാക്കി. ഇതാ പൂവ്, 2 പൂവ് ഇതാ കാണുന്നുണ്ടോ? അങ്ങനെ 3 എണ്ണം ഉഷാറാക്കി. ഇനിയുണ്ട്, ഒന്നും കൂടി ഉണ്ട്. പൊട്ടി പഞ്ചറായ പോട്ട്. ഞാനിവിടെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഇവിടെ വൃത്തിയാക്കാണ്ട് പോയാലേ ഇത് ഞങ്ങൾ മുൻഭാഗം ഒന്ന് തേച്ചേക്കണം. നിൽക്ക് എല്ലാം വൃത്തിയാക്കിയിട്ട് ഇതെല്ലാം ഞാൻ വാരിയിട്ട് എൻ്റെ ചെടിക്ക് തന്നെ ഇടും കേട്ടോ. ഇതൊക്കെ ഞാൻ ചെടിക്ക് ഇടും. നല്ല വള. ഇതാ എൻ്റെ ആന്തൂറിയ ഞാനെല്ലാം പോട്ട് മാറ്റിയതാ. 1 2 ഇത് പോട്ട് മാറ്റിയത് കേട്ടോ.
വേറൊന്ന്. ഇതെല്ലാം പോട്ട് മാറ്റിയതാ. ഇവിടെതാ ഇതിൻ്റെ പോട്ടോ തേച്ച് ചെയ്യാൻ മതി, വേറൊന്നും ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല. പൊട്ടിയിട്ടില്ല, നല്ല പോട്ട് തന്നെയാണത്. അപ്പോൾ അത് ഞാനൊന്ന് തേച്ച് എടുക്കും. കണ്ടില്ലേ, ഇതെൻ്റെ ഡെയ്സി ആട്ടോ. ഡെയ്സീൻ്റെ പോട്ടൊന്ന് കഴുകിയാൽ മതി. മഴയായിട്ട് മഴയൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എൻ്റെ ആന്തൂറിയം. ഇതെൻ്റെ മെലസ്റ്റോമയാ. മെലസ്റ്റോമ അങ്ങനെയൊന്നുമല്ല പൂവിടുക, കുറച്ച് കഴിയട്ടെ, നിങ്ങളെ കാണിച്ചു തരാം. ഇത് ടുഡേ യെസ്റ്റർഡേ ടുമോറോ എന്നുള്ള പൂവാത്. ഇതാ ടുഡേ എന്ന് പറഞ്ഞാൽ ഒരു കളറ്, യെസ്റ്റർഡേ വേറൊരു കളറ്, ടുമോറോ അങ്ങനെയൊക്കെയുള്ളൊരു പൂവാണിത്. ഇതാ ഇതെൻ്റെ ജെറേനിയം. ജെറേനിയത്തിൻ്റെ കളറ് നോക്ക്. ആന്തൂറിയം പറഞ്ഞ പോലെ തന്നെയാട്ടോ. ഇതിൻ്റെ കളറ് ഞെട്ടിപ്പിക്കുന്ന കളറാ, വലുപ്പും. അതുപോലെ തന്നെ ഇത് കുറേ ദിവസം ഇങ്ങനെ വാടാതെ മങ്ങാതെ നിൽക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ ചോപ്പിനെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഇതൊന്നും ഞാൻ വിടൂല. പക്ഷേ ചോപ്പ് ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിലും ശരി, ഇത് കാണുമ്പോൾ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വലിപ്പ വല്ലാത്തൊരു. ഇതൊക്കെ എൻ്റെ ഡെയ്സിയാ. എൻ്റെ ഡെയ്സി ഞാൻ കുറേ പിടിപ്പിച്ചിട്ടുണ്ട്. എന്താ ഒരു ഡെയ്സി പിടിപ്പിച്ചിട്ട് പൂവിടാൻ നോക്കുന്നു. ഇത് കുഞ്ഞ് ഡെയ്സി പൂവിട്ട്. ഇവിടെതാ വേറൊന്ന്. പൂക്കൾ കണ്ടാൽ ഞാൻ വിടൂല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ എൻ്റെ ആന്തൂറിയം ചെടിയെ ഞാൻ പോട്ട് മാറ്റുന്നതും പുതിയ ചെടിയെ പിടിപ്പിക്കുന്നതും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.